കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുന്നത്. അവരില്ലെങ്കിൽ ഇവിടെ RSS വളരും, അവരില്ലെങ്കിൽ ഇവിടെ BJP വളരും. അത് മുസ്ലിമീങ്ങൾക്ക് അപകടമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ അനിവാര്യമാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അനിവാര്യമാണ് എന്ന് പല ആളുകളും ധരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില വിശ്വാസങ്ങളും കഴിഞ്ഞ് അതൊരു അന്ധവിശ്വാസമായി ആളുകളുടെ മനസ്സിൽ വേരൂന്നിയിട്ടുണ്ട്. അത്തരം ആളുകളോട് അവരുടെ കണ്ണു തുറപ്പിക്കുവാൻ വേണ്ടിയും അവർ ചിന്തിക്കുവാൻ വേണ്ടിയും അത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കാനും വേണ്ടിയാണ് ഈ ഒരു സംസാരം. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരിലുള്ള ഒരു സംസാരമല്ല, മറിച്ച് ഇത്തരം ചില അന്ധവിശ്വാസങ്ങൾ അവർ മാറ്റിയേ മതിയാകും. അതിന് ചില പോയിന്റുകൾ ഞാനിവിടെ പറയാൻ പോവുകയാണ്. ആ പോയിന്റുകളൊക്കെ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. ആ എഴുതിയെടുത്തത് വായിച്ചിട്ട് ഞാൻ അങ്ങനെ പോകും. അതിലൂടെ നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്ന കുറച്ച് പോയിന്റുകളാണ്. ഒന്ന്, RSSന്റെ ഏറ്റവും കൂടുതൽ ശാഖകളുള്ളത് UP കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ്. ഏകദേശം 6845. ഇത് പുതിയ കണക്കല്ല, പഴയ കണക്കാണ്. ഇപ്പോൾ അതെത്രയാണ് എന്ന് അറിയില്ല. ദ ഹിന്ദു പത്രത്തിൽ വന്ന വാർത്ത അനുസരിച്ച് കേരളത്തിൽ RSSന്റെ ശാഖകൾ ധാരാളമായി വളരുന്നു. അതുകൊണ്ട് തന്നെ നോർത്ത് സൗത്ത് എന്നുള്ള ഡിവിഷനുകളാക്കി അതിനെ മാറ്റിയിട്ടാണ് അതിൻ്റെ മറ്റു കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത്രമാത്രം ശാഖകൾ കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, CPM ഉണ്ടെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും ശരി, അവർ ഭരണത്തിലുണ്ടെങ്കിലും ശരി, ഭരണത്തിലില്ലെങ്കിലും ശരി, RSSന്റെ വളർച്ചയെ തടയാനോ BJPയുടെ വളർച്ചയെ തടയാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുണ്ടെങ്കിൽ RSS വളരില്ല, അവരുണ്ടെങ്കിൽ BJP വളരില്ല എന്നുള്ളത് ഒരു വിഡ്ഢിത്തവും ഒരു അന്ധവിശ്വാസവും മാത്രമാണ്. യാതൊരു അടിസ്ഥാനവും അതിനില്ല. കണക്കുകളും യാഥാർത്ഥ്യങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളിൽ വിശ്വസിക്കുന്നവരായി നാം ഒരിക്കലും മാറുവാൻ പാടില്ലാത്തതാണ്. രണ്ടാമത്തത്, ഇന്ത്യയുടെ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തിന് വിരുദ്ധമായ, ഒരു വേള മുസ്ലിം വിരുദ്ധമായ സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, പ്രഭാഷണങ്ങൾ BJPയും RSSും നടത്തിയിട്ട് അതിൽ ഒന്നിനെപ്പോലും തങ്ങളുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ പാർട്ടിയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടോ നിർത്തിവെപ്പിക്കുവാൻ CPMന് സാധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിന് അപവാദമായിട്ടുണ്ടാകും. അത് കേവലം CPMും RSSും തമ്മിലുള്ള രാഷ്ട്രീയപരമായ ബേസിൽ നിന്നുകൊണ്ടല്ലാതെ. അതിനപ്പുറത്ത് ഒരു മതേതരത്വ സംവിധാനത്തിന് വേണ്ടി, ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടി, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി BJPയോ RSSോ അതിന് വിരുദ്ധമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമ്മേളനത്തെ, ഏതെങ്കിലും ഒരു പ്രഭാഷണത്തെ ഇല്ലാതെയാക്കുവാൻ, അതിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുവാൻ, അതിനെ തടയിടുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് CPMന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തത്, മുസ്ലിമീങ്ങൾക്കെതിരിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയും വർഗീയ വിഷം തുപ്പുന്ന വളരെ മോശമായ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള RSSന്റെ BJPയുടെ പ്രഭാഷകന്മാർക്കെതിരിൽ ഒരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും, അങ്ങേയറ്റം വർഗീയത പറയുന്ന ആളുകൾ ഇന്നും യാതൊരു കേസുകളുമില്ലാതെ വിലസുകയാണ്. എന്നാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് തീർത്തും ന്യായമായ കാര്യങ്ങൾ പറഞ്ഞാൽ, അതിന് മതപരമായ പശ്ചാത്തലമുണ്ടെങ്കിൽ, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് TK അഷ്റഫ് സാഹിബിനെതിരെയുള്ള നടപടി. അവർക്കെതിരിൽ നടപടിയെടുക്കുവാൻ CPM വളരെയധികം ധൃതി കാണിക്കുകയും ചെയ്യുന്നു. അവരെ വർഗീയവാദികളായോ തീവ്രവാദികളായോ മതമൗലികവാദികളായോ ചിത്രീകരിക്കുവാൻ അവർക്ക് യാതൊരു പ്രയാസവുമില്ല. ഇതൊരു യാഥാർത്ഥ്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. 4, RSS നടത്തിയിട്ടുള്ള ഒട്ടനവധി മുസ്ലിം കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങളിൽ പൂർണ്ണമായ ശിക്ഷ പ്രതികൾക്ക് നൽകുവാനോ ആ വിഷയത്തിൽ പൂർണ്ണമായ നീതി നടപ്പിൽ വരുത്തുവാനോ ഭരണമുണ്ടായിട്ടും പോലീസ് സംവിധാനങ്ങളെല്ലാം കൈകളിലുണ്ടായിട്ടും CPMന് സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അഞ്ചാമത്തത്, മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാടുകളേക്കാൾ മെച്ചപ്പെട്ടതൊന്നും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസത്തെ ആ വിഷയത്തിൽ, അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ആ വിഷയത്തിൽ വേർതിരിക്കാവുന്ന എന്താണുള്ളത് മറ്റുള്ളവർ ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളല്ലാതെ എന്ന് മാത്രമല്ല, പലപ്പോഴും മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഒരു സമൂഹം എന്നുള്ള നിലക്കും ഒരു മതസമൂഹം എന്നുള്ള നിലക്കും അവരെ ബാധിക്കുന്ന പല വിഷയങ്ങളും കമ്മ്യൂണിസ്റ്റുകാർ ഭരണം നടത്തുന്ന കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ചിന്തിക്കുക. ആറാമത്തത്, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എങ്കിൽ മുഖ്യധാര മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കേണ്ടത് അവരാണല്ലോ യഥാർത്ഥത്തിൽ. എന്നാൽ മുസ്ലിം ലീഗിനെ കുറിച്ച് ആ പ്രസ്ഥാനത്തിന്റെ അഭിപ്രായം എന്താണ്? പലപ്പോഴും തീവ്രവാദ പ്രസ്ഥാനമായി, മതമൗലികവാദ പ്രസ്ഥാനമായി ലീഗിനെ അവരുടെ പ്രഭാഷകന്മാർ ചിത്രീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. മലപ്പുറത്തെ സംബന്ധിച്ചുള്ള CPMന്റെ അഭിപ്രായം എന്താണ്? അവരിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും മലപ്പുറത്തെ സംബന്ധിച്ച് പറഞ്ഞത് എന്താണ്? നമുക്ക് കാണാൻ സാധിക്കുന്നതാണത്. എന്ന് മാത്രമല്ല, പൊതുസമൂഹത്തിന്റെ പൊതുവിഷയങ്ങളിൽ പൊതുജനങ്ങളുടെ താല്പര്യപ്രകാരം നടത്തപ്പെടുന്ന സമരങ്ങളിൽ ഏതെങ്കിലും മുസ്ലിം പ്രസ്ഥാനങ്ങളോ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ ആണ് ഉള്ളതെങ്കിൽ അത്തരം സമരങ്ങളെപ്പോലും തീവ്രവാദികളുടെ, മതമൗലവാദികളുടെ സമരങ്ങളായിട്ടാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പല നേതാക്കളും
പറഞ്ഞിട്ടുള്ളത്, ചിത്രീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് ന്യൂസുകൾ കാണുന്ന, കേൾക്കുന്ന, വായിക്കുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പൊതുവെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും മതപ്രസ്ഥാനങ്ങളോടുമുള്ള CPM-ന്റെ നിലപാട്, അല്ലെങ്കിൽ അവരിൽ ചിലരുടെയെങ്കിലും നിലപാട് ഇതാണ് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. ഏഴാമത്തത്, മുസ്ലിം മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായും മതപ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടാൻ പക്ഷേ CPM ധൃതി കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഖ്യധാരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നുള്ളതും രാഷ്ട്രീയ താല്പര്യങ്ങളാണ് അതിന്റെ പിന്നിൽ ഉള്ളത് എന്നും മുസ്ലിം വോട്ടുകളെ ഭിന്നിപ്പിക്കലാണ് അതിന്റെ ലക്ഷ്യമെന്നും മുസ്ലിമീങ്ങളെ തന്നെ ആ നിലക്ക് ഭിന്നിപ്പിക്കലാണ് ലക്ഷ്യമെന്നുമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകന്മാരായ ആളുകൾ പറയുന്നത് ഈ ഉള്ളവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. ഇത് എൻ്റെ നിരീക്ഷണമാണ്, എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ ചിന്തിക്കുക. എട്ടാമത്തത്, മുസ്ലിമീങ്ങളുടെ മതസത്വത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള എത്രയെത്ര തീരുമാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ നാട് ഭരിച്ചപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വഖഫ് നിയമനം, മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയം, ജെൻഡർ ന്യൂട്രാലിറ്റി, ഏറ്റവും ലേറ്റസ്റ്റായി സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യം എന്നുള്ള നിലക്ക് മുസ്ലിമീങ്ങൾക്ക് അത്തരം വിഷയത്തിലുള്ള അവരുടെ കൺസേണുകൾ അവർ പറയുമ്പോൾ അതിനെ കളിയാക്കാനും പരിഹസിക്കുവാനും CPM ചായ്വുള്ള ചാനൽ അവതാരകരും CPM-ന്റെ ആളുകളും ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ട് അവരുടെ ഊർജ്ജം ചെലവഴിക്കുന്നത് നിത്യേന ദിനംപ്രതി നമ്മൾ കാണുന്നതാണ്. ഇത് വിദൂരമായി എവിടെയോ സംഭവിക്കുന്ന കാര്യമല്ല. ചാനൽ ചർച്ചകൾ തുറന്നാൽ ആർക്കും ലൈവായി കാണാൻ പറ്റുന്നതാണ്. അതിനെതിരിൽ സംസാരിച്ചാലോ അത് താലിബാനിസമാണ്, തീവ്രവാദമാണ്, മതമൗലികവാദമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്കെതിരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുവാനും അവർ മുൻപന്തിയിലുണ്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും രാഷ്ട്രീയ വിഷയങ്ങളിലോ പൊതുവിഷയങ്ങളിലോ ഉള്ള ചർച്ചകൾ ചാനലിൽ നടക്കുമ്പോൾ അവിടെ പോലും ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കുക, മുസ്ലിം പണ്ഡിതന്മാരെ കളിയാക്കുക, പ്രവാചകനെ കളിയാക്കുക, ഖുർആനിലെ പരാമർശങ്ങളെ കളിയാക്കുക, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിലത്തെ ഉദാഹരണമാണ് അരുൺകുമാർ, CPM-ന്റെ വക്താവായ അരുൺകുമാർ പരിശുദ്ധ ഖുർആനിലെ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ തുടങ്ങിയ യാതൊരു നിലക്കും ആ സന്ദർഭത്തിൽ പറയാൻ പാടില്ലാത്ത ബാലിശമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ അവർ ഇസ്ലാമിനെ കടന്നാക്രമിക്കുവാൻ, മുസ്ലിമീങ്ങളെ പരിഹസിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ 9, ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനിനെയും ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയും പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തത് കമ്മ്യൂണിസ്റ്റ് യുക്തിവാദികളാണ് എന്ന് കണ്ണും കാതുമുള്ള ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾ പരിശോധിക്കുക, യുക്തിവാദവും കമ്മ്യൂണിസവും തമ്മിലുള്ള ബന്ധം അത് അവർ തന്നെ പറഞ്ഞതാണ്. ഞാനത് എൻ്റെ പഴയ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രവാചകനെ കളിയാക്കിയത്, ഖുർആനിനെ കളിയാക്കുന്നത്, ഇസ്ലാമിനെ പിന്തിരിപ്പനായി ചിത്രീകരിക്കുന്നതിൽ, മുസ്ലിമീങ്ങളെ മതമൗലികവാദികളായി ചിത്രീകരിക്കുന്നതിലൊക്കെ CPM-ന്റെ ആളുകൾ, കമ്മ്യൂണിസ്റ്റുകാർ വളരെയധികം ഊർജ്ജം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തെ അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. 10ാമത്തത്, ജിഹാദ്, ബഹുഭാര്യത്വം, ത്വലാഖ്, മുസ്ലിമീങ്ങളുടെ താടി, തൊപ്പി, ഹിജാബ്, ഇതെല്ലാം മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടത്തുന്നതും കളിയാക്കുന്നതും ഈ പറഞ്ഞ ടീമുകളാണ്. മതവിശ്വാസികൾ, മതപണ്ഡിതന്മാരൊക്കെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മലപ്പുറം എന്ന് പറയുമ്പോഴേക്ക് മറ്റൊരു ഭാഷയിൽ സംസാരിക്കുന്ന എത്ര നേതാക്കളെ നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ RSS അജണ്ടയാക്കുന്നത് പോലെ തന്നെ CPM-ന്റെയും അജണ്ടകളായി അത് നിലകൊള്ളുന്നു. പൊതുവേദികളിലെ പ്രഭാഷണങ്ങളിലും മറ്റു ചാനൽ ചർച്ചകളിലുമൊക്കെ മുസ്ലിമീങ്ങളുടെ സംരക്ഷകന്മാരാണ് ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഇസ്ലാമിക വിഷയങ്ങളെ മുഴുവൻ പരിഹസിക്കുകയും തള്ളുകയും വളരെ മോശമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിൽ ഇവർ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്. 11ാമത്തത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം സെൻസിറ്റീവായ വിഷയങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുവരിക. അപ്പോൾ സ്വാഭാവികമായും അത് ചർച്ചയാകും. മതത്തോട് 100% കൂറ് പുലർത്തുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം വിഷയങ്ങളിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ പിന്നെ താലിബാനിസമാണ്, തീവ്രവാദമാണ്, പിന്തിരിപ്പനാണ്, 6ാം നൂറ്റാണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാഴ്ചകളും ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാലും കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലും എല്ലാ അർത്ഥത്തിലും മുസ്ലിമീങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ള അന്ധവിശ്വാസം നമ്മൾ ഒഴിവാക്കുക. അവിടെ സാധാരണക്കാരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടിയോ തൊഴിലാളികൾക്ക് വേണ്ടിയോ ഒക്കെ സംസാരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അത്തരം ആളുകളെക്കുറിച്ചല്ല എൻ്റെ സംസാരം. അതിനപ്പുറത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഒരു അജണ്ടയായി സ്വീകരിക്കുകയും വളരെ മോശമായ രൂപത്തിൽ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും കാണുകയും പലപ്പോഴും വാക്കുകളിൽ മാത്രം ഞങ്ങൾ മുസ്ലിമീങ്ങളുടെ സംരക്ഷകരാണെന്ന് പറയുകയും എന്നാൽ ഒന്നുപോലും ആ വിഷയത്തിൽ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന നിലപാടുകളുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഇരട്ടത്താപ്പിനെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരം ആളുകളെ അന്ധമായി വിശ്വസിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുമാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇനി എനിക്ക് വളരെ